ഹലോ, ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിക്കണമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് സംസാരിച്ചില്ലേ, കുറേ കഥകളൊക്കെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ല. എന്താ കാര്യമെന്നാ, ക്യാമറ ഓഫായിരുന്നു. ഇപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്ത് എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റീനേ. എന്താ സംഭവം എന്നറിയാമോ, ഞങ്ങൾ ഇപ്പം സമയം 7 മണിയായിട്ടാണ്. ആൻറ്റി ട്യൂഷൻ കഴിഞ്ഞ് വന്നത് 5:30 ആയപ്പോഴാണ്. ആൻറ്റി ട്യൂഷൻ പഠിക്കാൻ പോണേ, ഏതാ ടീച്ചറാണ്. ആൻറ്റി ട്യൂഷൻ പഠിപ്പിക്കാൻ പോണേ. അപ്പോൾ 6:30 ഇപ്പോൾ ചോറ് തിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ പുറത്തോട്ട് പോകാതിരിക്കാനും ഇവന്മാർ പുറത്തോട്ട് പോകാതിരിക്കാനും കള്ളന്മാരകത്തോട്ട് കയറാതിരിക്കാനും അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണോണ്ട് ഇങ്ങനെ എന്താ പറയുക, ആരെങ്കിലും പുറത്തോട്ട് വരികയും മൂസാങ് മീൻസ് മരപ്പട്ടി വരിക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അലാറം അടിക്കും. ചോറ് നിന്ന് പകുതിയായപ്പോൾ തന്നെ നമ്മുടെ ജഗതി പറയില്ല, നിലവിളി ശബ്ദം ഇടൂ എന്താ പറയണ പോലെ ഇത് ഇരുന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച മേളിൽ നിന്നാണ് ശബ്ദം വന്നത്, അലാറം അടിച്ചത്. ഞാൻ ഓടി മേളിലോട്ട് കയറി. എൻ്റെ റൂമും ഇവന്മാരുടെ റൂമും അടുത്തടുത്താണ്. ഞാൻ മേളിൽ ചെല്ലുമ്പോൾ ഇവന്മാരുടെ റൂമിൻ്റെ അവിടെ ഇട്ടു, എൻ്റെ റൂമിൻ്റെ നടുക്കായിട്ടാണ് ഈ അലാറം ഇരിക്കണം. അലാറം ഇരുന്ന് അടിക്കണം, ഭയങ്കര ഒച്ച. ഞാൻ അമ്മേ അയ്യോ ഓടി. ആൻറ്റി എൻ്റെ ഒച്ച കേട്ട്, ഇവർ ഈ അലാറം കേട്ട് ശീലമുള്ള ആൾക്കാരാണ്. എനിക്ക് അലാറം കേട്ട് ശീലമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാതെ. ആൻറ്റി ഓടിങ്ങാട് വന്നിട്ട് എന്താണ് പ്രശ്നം. ആൻറ്റി അവിടെ തന്നെ പ്രഷർ കൂടി ബോധം കെട്ട് വീണ്. പിന്നെ സീനായി എന്ന് പറഞ്ഞാൽ അങ്കിൾ ഓടി വന്നു. എന്താണ് ഇവിടെ കിടന്ന് വെച്ചുണ്ടാക്കണേ എന്നൊക്കെ ചോദിച്ചു. കൈവേദന ഞാൻ പറഞ്ഞില്ലേ, കൈവേദന ഉണ്ട് ആൻറ്റിക്ക്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒച്ചെടുക്കണം. ഞാൻ പറഞ്ഞു അലാറം അടിക്കണം, ഇതെന്താണ് വീട്ടിൽ ഇങ്ങനെയൊക്കെ അടിക്കുമോ. അന്നേരം ഒന്നും മിണ്ടിയില്ലേ. അതൊക്കെ എല്ലാം കഴിഞ്ഞാൽ ഞാനവിടെ നിന്ന് എൻ്റെ നെഞ്ചിരുന്നുണ്ട് പടപടാ അടിക്കണേ. ഇവരെന്താ ചെയ്ത് വെച്ചിട്ട് നമുക്കറിയില്ലല്ലോ. അങ്കിളിന് എൻ്റെ ഫേസ് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്കിൾ പറഞ്ഞു കാം എന്ന് പറഞ്ഞു. ആൻറ്റീനെ അങ്കിൾ എഴുന്നേൽപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാൽ അത് കള്ളന്മാരി അകത്തോട്ട് കയറാതിരിക്കാനും പിന്നെന്താ പൂച്ചകൾ പുറത്തോട്ട് പോകാതിരിക്കാനും മരപ്പട്ടി അകത്തോട്ട് വരാതിരിക്കാനൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇത് എന്തെങ്കിലും അനക്കം തട്ടിക്കഴിഞ്ഞാൽ അപ്പം ഈ സാധനം അടിക്കുമെന്നാണ്. ഞാൻ ഇങ്ങനെ ഇതൊക്കെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ സംഭവമൊക്കെ. ഞാൻ അറബി നാട്ടിൽ പോലും ഞാൻ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ലെന്ന് അറിയാതെ പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നെ ഒരു ഇടം കണ്ടിട്ടൊരു നോട്ടം. ആൻറ്റി അപ്പം തന്നെ എഴുന്നേറ്റിട്ട് അങ്കിൾ എഴുന്നേൽപ്പിച്ച ആൻറ്റീനെ. എന്നിട്ട് പിന്നെ എന്താ പറയണേ, ഞാനേ റോഡ് ക്രോസ് ചെയ്യണം അല്ലേ, അത് ക്രോസ് ചെയ്യാം. ആൻറ്റി പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ഒച്ചെടുക്കണം. എൻ്റെ ഒച്ച ഭയങ്കര സംഭവമാണ്. എൻ്റെ വിചാരം ഭയങ്കര നല്ല സൗണ്ടാണ്, നല്ല വോയിസൊക്കെ ആണെന്നാട്ടെ എൻ്റെ വിചാരം. പക്ഷേ ഇത്രയും നടക്കട്ടെ, ഇത്രയും മഹാമോഹിയൊന്നും ഇന്നല്ല കുറേ നാളുകൾക്ക് മുന്നേ മനസ്സിലായി. അപ്പം എൻ്റെ വിചാരം എന്താണെന്ന് അറിയാമോ, വാർത്ത വായിക്കാനൊക്കെ പറ്റിയ നല്ല വോയിസാണ്. എത്ര മധുരമായ ശബ്ദം. പക്ഷേ ആൾക്കാരെ പേടിപ്പിക്കാൻ സൗണ്ടാണെന്ന് കുറച്ച് നാൾ മുന്നേ അറിയാം. അത് ഞാൻ പറഞ്ഞുതരാം. ആൾക്കാരെ പേടിപ്പിക്കുന്ന സൗണ്ടെന്നാണ്. എന്നിട്ട് എന്താ പറയണേ, അലാറം ഇങ്ങനെ ഒച്ചെടുക്കാനൊന്നും പാടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പേടിയായി, ഇങ്ങനെയൊക്കെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് പേടിയാന്ന്. അപ്പം ഞാൻ വന്നാൽ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞതാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കണേട്ടാ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഈ ഏപ്രിൽ 1 എന്നാൽ എല്ലാവരും ഏപ്രിൽ ഫുൾ ആക്കണ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആരെയും പറ്റിക്കാനൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മയുടെ പേരുന്ന് ഞാൻ പറയില്ല, അമ്മൂമ്മയുടെ പേരക്കുട്ടിയുടെ പേരും വരില്ല. കാരണം ആ പേരക്കുട്ടി എങ്ങാനും അബദ്ധവശാൽ ആരും കാണാറൊന്നുമില്ല. കണ്ട് പോയി കഴിഞ്ഞാൽ ദൈവമേ എന്നെ പറഞ്ഞെത്തിച്ച് വെക്കും. അപ്പോൾ ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു, ചട്ടയും മുണ്ടൊക്കെ ഇട്ടിട്ടുള്ള അമ്മൂമ്മ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണേ. ഞാൻ ഈ അമ്മൂമ്മയുടെ അടുത്ത് ഒട്ടം പറഞ്ഞ് അമ്മൂമ്മയുടെ മോള് വരുന്നുണ്ട് അമ്മൂമ്മയെന്ന് പറഞ്ഞു. അമ്മൂമ്മ വരടാകത്തിരുന്ന് വെച്ചാൽ അമ്മൂമ്മ വരുന്നു. അമ്മൂമ്മ ഓടി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എൻ്റെ മോള് അത്രയും എൻ്റെ സൗണ്ടിൻ്റെ അത്രയും ഇതാണ് പവറാണ്. അപ്പോൾ അമ്മൂമ്മ ഓടി പുറത്തോട്ട് വന്നിട്ട് എവിടെയാ അമ്മൂമ്മ ഏപ്രിൽ ഫുൾ അമ്മൂമ്മയെന്ന് പറഞ്ഞിട്ടോ. അമ്മൂമ്മ അപ്പോൾ തന്നെ തലറിഞ്ഞു. ഇപ്പം ഇന്ന് ആൻറ്റി തലറിഞ്ഞു. അപ്പം ഞാനതോ ഇങ്ങനെ ഓർക്കുമായിരുന്നു. നമുക്കിവിടെ നിന്നാണ് സാധനം വാങ്ങിക്കേണ്ട, നമുക്ക് കഥ പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരാം. എന്താ സംഭവം എന്ന് അറിയാമോ, ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തതൊക്കെ കറക്റ്റാണ്. പക്ഷേ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് ഹൊറിസോണ്ടൽ ഒരെണ്ണം വെർട്ടിക്കലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കഥ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വയറ് മേടിക്കാം. എന്നിട്ട് അമ്മൂമ്മയുടെ കാര്യം പറയട്ടെ.
ഷോ കുറേ പറയാനുണ്ട്. എന്നിട്ട് ഈ അമ്മൂമ്മയില്ലേ, എവിടെ എൻ്റെ മോളവിടെ ഏപ്രിൽ ഫോൾ അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ടോ. അമ്മൂമ്മ അപ്പോൾ തന്നെ തലയിറങ്ങിയാണ് സത്യമായിട്ട് തലയിറങ്ങിയാണ്. അമ്മൂമ്മനെ ആശുപത്രിയൊക്കെ ഉണ്ട്. ഏപ്രിൽ 2 അമ്മൂമ്മ മരിച്ചട്ടാ. ഞാനും വിചാരിച്ച് ആൻറ്റിയും തട്ടിപ്പോയി ദൈവമേ ഞാൻ സൗണ്ട് ഇട്ടിട്ട്. ആൻറ്റി ഇവിടെ തലയിറങ്ങിയാണ്. ഞാൻ ദൈവമേ അങ്കിൾ എന്നെ ഇപ്പം തന്നെ പുറപ്പിക്കും. ആൻറ്റി തട്ടി ആൻറ്റിൻ്റെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എന്നാ അതെ ഒരു ഭയങ്കര സംഭവം. അപ്പം എൻ്റെ വിചാരം എന്താ, വാർത്തയൊക്കെ വായിക്കാൻ പറ്റിയ നല്ല വോയിസാണ്, നല്ല മധുരമായ വോയിസാണ്. പക്ഷേ ഇതാണ് സംഭവം, ആൾക്കാർ കൊല്ലണ സൗണ്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ മേടിച്ചു കേട്ടാ. പിന്നെ ഏപ്രിൽ 1 എന്ന് പറയുന്ന ദിവസമേ ഞാൻ ഓർക്കാറില്ല. ഏപ്രിൽ 2 സത്യം ഇപ്പോഴും വേണമെങ്കിൽ അപ്പം നമുക്ക് തിരിച്ചടക്കാം. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇനി കുറച്ച് സംഭവങ്ങൾ ഓർക്കുമ്പോൾ പറയാവേ. ഇപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഓക്കെ ബൈ. വേറെ ഒന്നുമില്ല വിശേഷങ്ങൾ. അപ്പോൾ അലാറം അടിച്ചു. അപ്പം ഞാൻ അമ്മൂമ്മനെ കൊന്ന കാര്യമൊക്കെ ഇങ്ങനെ ഓർത്ത് ദൈവമേ ഒന്നൊക്കെ പറഞ്ഞ നാളെ പോലീസുകാരെ എന്താ പറയുക, അങ്ങനെയൊന്നല്ല കേട്ടോ പോലീസുകാരെ. ഇതാണ് എൻ്റെ സ്റ്റോറീസ്. കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ ലൈഫിൽ. അപ്പം ഞാനെന്നാൽ വയറ് വാങ്ങിക്കട്ടെ. വയറ് വാങ്ങിച്ചിട്ട് പയ്യെ വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്യണേം കണ്ട് അവസാനം ഇനി എന്നെ ആൻറ്റി പിടിച്ച് വെക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും, ബൈ. പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചല്ല, ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ചെയ്യാമെന്ന് വിചാരിച്ച ആളിനെ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നടക്കത്തില്ല. അപ്പോൾ അത് ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഓക്കെ, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യം കേട്ടോ. ഞാൻ എല്ലാവരുടെയും വീഡിയോസിനകത്ത് അത് കണ്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ഓക്കെ ബൈ, താങ്ക് യു.